മനസ്സ് നിറഞ്ഞായിരുന്നു അവൻ അവിടെ നിന്നും ഇറങ്ങിയത്. പോകും മുൻപ് അവൻ അവശനായി കിടക്കുന്ന സേവ്യറിന് അരികിലേക്ക് വന്നു. സേവ്യറെ, എൻ്റെ പിള്ളേർക്കും എൻ്റെ പെണ്ണിനും ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടി പിടിച്ചു കൊല്ലും. ഞാൻ വെറും വാക്ക് പറയില്ല. ഞാനിപ്പോൾ പോവാ, വൈകാതെ തിരിച്ചു വരും. ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവശതയിലും സേവ്യർ എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഉണ്ടാവാൻ പാടില്ല. ആൻസിയോടും അന്നമോളോടും പോകുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഹൃദയം നിറഞ്ഞായിരുന്നു അവൻ അവിടെ നിന്നും ഇറങ്ങിയത്. നേരെ യാത്ര തിരിച്ചത് അരമനയിലേക്ക് തന്നെയായിരുന്നു. പിറ്റേന്ന് തന്നെ അവനെ അരമനയിലെത്തിയിരുന്നു. അത്രയും ദീർഘദൂരമായ യാത്രയുടെ ക്ഷീണം പോലും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. കാരണം മനസ്സ് അത്രമേൽ ഊർജ്ജസ്വലമായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവളെ ഹൃദയം കണ്ടപ്പോൾ തന്നെ പോയ ഊർജം എവിടെ നിന്നോ തിരികെ വരുന്നുണ്ടെന്ന് അവൻ അത്ഭുതപൂർവ്വം ഓർത്തു. പതിവില്ലാതെ കുറെ നാളുകൾക്ക് ശേഷം മകനെ വീട്ടുമുറ്റത്ത് കണ്ടപ്പോൾ ആന്റണിയിലും ക്ലാരയിലും ഒന്നുപോലെ സന്തോഷിച്ചു. ആന്റണി അവനെ കുറ്റബോധത്തോടെയാണ് നോക്കുന്നതെന്ന് തോന്നിയിരുന്നു. രണ്ടുപേരോടും എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്, അത്രമാത്രം പറഞ്ഞവൻ അകത്തേക്ക് കയറി. പ്രതീക്ഷയോടെ രണ്ടുപേരും അകത്തേക്ക് ചെന്നു. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നെയാണ് അവൻ പറഞ്ഞത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ക്ലാര സമാധാനമായി. തൻ്റെ മകന്റെ കുഞ്ഞുങ്ങളെ കാണാൻ അവരുടെ മാതൃഹൃദയം വെമ്പുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. ഇവിടേക്ക് കൊണ്ടുവരണോ അതോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഒന്നും മിണ്ടാതെ ആന്റണി എഴുന്നേറ്റപ്പോ താൻ ഇത്രയും പറഞ്ഞത് വെറുതെ ആയി പോയെന്ന് നിരാശയോടെ ആൽവിൻ ഓർത്തു. അപ്പച്ച! സകല പ്രതീക്ഷയും കേട്ടവൻ അയാളെ വിളിച്ചു. ക്ലാരെ, വേഗം റെഡിയാക്. ഇപ്പൊ തിരിച്ചാൽ നാളെ വൈകുന്നേരത്തിന് മുൻപെങ്കിലും വയനാട്ടിലെത്തും. അവളെയും കുഞ്ഞുങ്ങളെയും നാളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ മറുപടിയിൽ ക്ലാരയുടെയും ആൽവിന്റെയും മനസ്സ് ഒരേപോലെ നിറഞ്ഞിരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് അവിടേക്കുള്ള യാത്ര തിരിച്ചത്. ആ രാത്രിയിൽ ഉറങ്ങാൻ ജാൻസിക്കും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഇനി എന്താണെങ്കിലും ഇനിയുള്ള രാത്രികളിൽ തന്റെ പ്രിയപ്പെട്ടവന്റെ കരവലയത്തിൽ തന്നെയായിരിക്കുമെന്നുള്ള ചിന്ത അവളെ ആനന്ദത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു. കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്കൊരു സന്തോഷം തോന്നിയിരുന്നു. തനിക്കും തന്റെ പൊന്നുമക്കൾക്കും അവകാശപ്പെട്ടവൻ വന്നിരിക്കുന്നു, തങ്ങളുടെ സ്നേഹത്തിന്റെ ഉടയോൻ. ഒരുപാട് ദുഃഖങ്ങൾ തന്ന കർത്താവ് ജാൻസിക്ക് നൽകിയ വലിയ സന്തോഷം. പിറ്റേന്ന് വൈകുന്നേരം ഒട്ടും പ്രതീക്ഷിക്കാതെ അരമനയിലെ ഒരു വലിയ വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ആൻസി ശ്രദ്ധിച്ചത്. വണ്ടിയിൽ നിന്നും ആദ്യം ഇറങ്ങുന്നത് അരമനയിൽ ആന്റണി വർഗീസ് ആയിരുന്നു. അയാളെ കണ്ടതും ഒരു ഭയം ആൻസിയിൽ ഉടലെടുത്തിരുന്നു. പക്ഷെ ചിരിയോടെയായിരുന്നു അയാൾ ഇറങ്ങിയത്. പിറകെ ക്ലാരയും ആൽവിനും ആൻസിയെ നോക്കി. അവളും തിരിച്ചൊരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. ക്ലാര അകത്തേക്ക് വന്നു. ജാൻസിയുടെ കയ്യിൽ പിടിച്ചു. ജാൻസി എവിടെയാണ് കൊച്ചി? അവർ ചോദിച്ചു. അകത്തുണ്ട്. ഞാൻ നിങ്ങൾ വന്ന കാര്യം പറയട്ടെ? എല്ലാവരും കയറിയിരിക്കെ, ആൻസി പറഞ്ഞതും ക്ലാര ഓടുകയായിരുന്നു അകത്തേക്ക്. ക്ലാര ചെന്നപ്പോൾ ജാൻസി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന തിരക്കിലാണ്. ക്ലാരയെ കണ്ടതും അവളുടെ മുഖം വിടർന്നിരുന്നു. കുറച്ചുനേരം മൗനമായി രണ്ടുപേരും ഒന്ന് കരഞ്ഞു. ശേഷം അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ കൊച്ചി, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് നീ അവിടെ നിന്ന് പോകുന്നതെന്ന്. എൻ്റെ മോൾ ഒരുപാട് വിഷമിച്ചു അല്ലേ? അതും ഞാൻ കാരണം. സ്നേഹപൂർവ്വം അവർ അവളോട് ചോദിച്ചപ്പോൾ അവൾ അറിയാതെ കരഞ്ഞു പോയിരുന്നു. എൻ്റെ അമ്മച്ചി മരിച്ചതിന് ശേഷം ഞാൻ ഒരൊറ്റ ആളെ മാത്രമേ അമ്മച്ചി എന്ന് വിളിച്ചിട്ടുള്ളൂ, ക്ലാരമ്മച്ചിയെ. അമ്മച്ചിയായിട്ട് തന്നെ എന്നോട് ഇടപെട്ടിട്ടുള്ളത്. ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ അമ്മ ചൂണ്ടിക്കാണിച്ചു, അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. തെറ്റ് ചെയ്തത് ഞാനല്ലേ മോളെ? അമ്മച്ചിയോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ലേ കൊച്ചെ? അത് പറഞ്ഞപ്പോഴേക്കും അവൾ അവരുടെ വായ പൊത്തിക്കളഞ്ഞിരുന്നു. അങ്ങനെയൊന്നും പറയില്ലേ ക്ലാരമ്മച്ചി, ഞാൻ കരഞ്ഞു പോകും. അവർ കൗതുകത്തോടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആൽവിന്റെ അതേ മുഖമാണ് രണ്ടുപേർക്കും. രണ്ടുപേരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവർ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഉമ്മറത്തിനിടയിൽ ആൻസി ഇട്ട് കൊടുത്ത കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൽവിനും ആന്റണിയും. ആന്റണിയുടെ മടിയിലേക്ക് അവർ ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. അയാൾ കൗതുകപൂർവ്വം ആ പൈതലിനെ നോക്കി. ശേഷം ക്ലാര അകത്തേക്ക് പോയി. രണ്ടാമത്തെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന് ആന്റണിയെ കാണിച്ചു. രണ്ടുപേരും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. കൗതുകപൂർവ്വം ആന്റണി അത് പറഞ്ഞപ്പോൾ ക്ലാര ചിരിച്ചു പോയിരുന്നു. ഇരട്ട കുട്ടികളല്ലേ ഇച്ചായ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങണ്ടേ? ആന്റണി പറഞ്ഞു. കുറച്ചു സമയം കൂടി അവിടെ നിന്നതിന് ശേഷം ക്ലാര തന്നെ ജാൻസിയുടെ സാധനങ്ങളെല്ലാം എടുക്കാൻ സഹായിച്ചു. എങ്കിലും ഇത്ര പെട്ടെന്ന് ഇവിടെ വിട്ടു പോകണമെന്ന വേദന ജാൻസിയെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് തന്നെ പോണോ ക്ലാരമ്മച്ചി? വേണം മോളെ. നിന്നെയും കുഞ്ഞുങ്ങളെയും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് സമാധാനത്തിൽ പോകുന്നത്? നിന്റെ സഹോദരങ്ങളുടെ കാര്യമൊന്നും ഓർത്തു നീ വിഷമിക്കണ്ട. ഇനി നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട്. കൊച്ചേ, നീ വേഷം മാറ്, ഞാൻ പുറത്തേക്ക് നിൽക്കാം. അത് പറഞ്ഞ് ക്ലാര പുറത്തിറങ്ങിയപ്പോഴേക്കും ആൻസി അകത്തേക്ക് കയറി വന്നിരുന്നു. ഒന്നും ഓർത്തു നീ വിഷമിക്കണ്ട. ഇപ്പൊ നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി.
എല്ലാവരും പിണക്കം മറന്ന് വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും നീ പോയേ പറ്റൂ. ഒന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇന്നലെ തന്നെ ആൽവിന്റെ ഒറ്റ കടി കൊണ്ട് സേവിയർ ചായൻ നന്നായ മട്ടാണ്. എങ്കിലും പിന്നെ നിങ്ങൾ അവിടെ വീട്ടിൽ വന്ന് നിൽക്ക്. വീട് അടഞ്ഞു കിടക്കുമല്ലേ, അവിടേക്ക് വന്ന് താമസിച്ചാൽ മതി. ഇവിടെ ഇത്ര അകലത്തിൽ നിങ്ങൾ താമസിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കാണുകയില്ല, ജാൻസി പറഞ്ഞു. അതൊക്കെ പതുക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ നീ നേരം വൈകാതെ പോകാൻ നോക്ക്. അത് പറഞ്ഞപ്പോൾ പിന്നീട് ഒന്നും മറുപടി പറയാതെ അവൾ ആൻസിയെ കെട്ടിപ്പിടിച്ചു. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവൾ ഒന്നുകൂടി ആൻസിയെ നോക്കിയത്. ചേച്ചി, ലിൻസിയോടും ബിൻസി മോളോടും ഒക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞോളാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. പിന്നീട് മറുത്തൊന്നും പറയാതെ അവൾ പെട്ടെന്ന് തന്നെ റെഡിയായി കുഞ്ഞുങ്ങളുമായി ഇറങ്ങി. അപ്പോഴേക്കും സേവിയറും എത്തിയിരുന്നു. സേവിയർ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയല്ലെന്ന് ആൽവിൻ ഓർത്തു. നല്ല മാറ്റം വന്നതുപോലെയാണ് പ്രകൃതം. അവൻ സേവിയറിനെ കൂട്ടി ഒരു അല്പം അപ്പുറത്തേക്ക് മാറി നിന്നു. സേവിയറെ, ഇപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമാ. ഇതേപോലെ മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം, ഇല്ലേ നിനക്ക് കൊള്ളും. വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കെട്ടിയ പെണ്ണിനെയും കൊച്ചിനെയും മര്യാദയ്ക്ക് നോക്കി ജീവിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനൊപ്പം ഉണ്ടാകും. തിരിച്ചാണെങ്കിൽ എൻ്റെ പ്ലാൻ മാറുന്നത്. അവളുടെ ചേച്ചിയുടെ കാര്യം ഓർത്ത് എൻ്റെ പെണ്ണുമ്പിള്ള ഇനി വിഷമിക്കാൻ ഇടവരരുത്. എപ്പോഴൊക്കെ അവൾ വിഷമിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ നിന്റെ പുറം പള്ളിപ്പറമ്പാക്കും. മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഭാര്യ അവളുടെ ചേച്ചിയുടെയും കൊച്ചിൻ്റെയും കാര്യം ഓർത്ത് വിഷമിക്കാനോ ആവലാതിപ്പെടാനോ ഒരു അവസരം താൻ ഉണ്ടാക്കരുതെന്ന്. മനസ്സിലായി സാറേ? വിനയത്തോടെ സേവ്യർ പറഞ്ഞു. എങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ വീടെല്ലാം അടച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ വരണം. അവിടെ താമസിച്ചാൽ മതി. താൻ എൻ്റെ കൺമുന്നിൽ വേണം. അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കൂപ്പിലോ ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനത്തിലോ അങ്ങനെ എവിടെയെങ്കിലും തനിക്കൊരു ജോലി ശരിയാക്കി തരും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒന്ന് രണ്ട് ബസ് റൂട്ടൊക്കെ ഉണ്ടല്ലോ, അവിടെയാണെങ്കിലും ജോലി ശരിയാക്കി തരാം. സേവ്യർ തലയാട്ടി. പോകും മുൻപ് ആൽവിൻ അന്നമോളുടെ കവിളിലൊന്ന് തഴുകി മോളോട് പറഞ്ഞു. മോള് വിഷമിക്കേണ്ട കേട്ടോ, ഇനി അപ്പച്ചൻ പുതിയൊരാളായിരിക്കും അല്ലേ സേവ്യറെ? ചോദിച്ചപ്പോൾ സേവ്യർ സന്തോഷത്തോടെ തലയാട്ടി. മങ്ങി നിന്ന ജാൻസിയുടെ മുഖവും പെട്ടെന്ന് പ്രകാശിക്കുന്നത് ആൽവിൻ കണ്ടിരുന്നു. പിന്നിൽ ക്ലാരയ്ക്കൊപ്പമാണ് ജാൻസി ഇരുന്നത്. ഒരു കുഞ്ഞ് ക്ലാരയുടെ കയ്യിലും ഒരാൾ ജാൻസിയുടെ കയ്യിലുമായിരുന്നു ഇരുന്നത്. ആന്റണിക്ക് അവളോട് മിണ്ടാൻ ഒരു വല്ലാത്ത ജാള്യത തോന്നിയിരുന്നു. അത്രയ്ക്ക് താൻ ആ പെൺകുട്ടിയെ ദ്രോഹിച്ചിട്ടുണ്ട്. മോളെ ജാൻസി. ഒടുവിൽ മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് ആന്റണി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം ഞെട്ടിയത് ആൽവിൻ തന്നെയായിരുന്നു. നിന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറേ ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നീ മനസ്സിൽ വെക്കരുത്. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വാർത്ഥതയോട് ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഒരിക്കലും ഇവൻ്റെ കുഞ്ഞിനെ നീ ചുമക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. എന്നാ പറഞ്ഞാലും അത് ഞങ്ങളുടെ ചോരയല്ലേ. പിന്നെ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അരമനയിലെ പ്രതാപിയായ ആന്റണി മുതലാളിക്ക് പെട്ടെന്ന് തോറ്റു തരാൻ പറ്റിയില്ലെന്ന് മാത്രമേ വിചാരിക്കാവൂ. അല്ലാതെ ഒരിക്കലും എന്നെ മോള് വെറുക്കരുത്. ആന്റണി അത് പറഞ്ഞപ്പോൾ ജാൻസി അത്ഭുതപ്പെട്ടു പോയിരുന്നു. എന്നോട് മുതലാളി ഇങ്ങനെയൊന്നും പറയരുത്. തെറ്റ് ചെയ്തത് ഞാനാണ്. അർഹിക്കാൻ പാടില്ലാത്തതൊക്കെ ആഗ്രഹിച്ചത് എൻ്റെ തെറ്റ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരും എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. ഇനി ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട. ക്ലാര ആ സംസാരത്തിന് തടയിട്ടു. പിന്നെ കെട്ടിയോൻ്റെ അപ്പച്ചൻ നിനക്കും അപ്പച്ചൻ തന്നെയാണ്. ഇനി മുതലാളിയിൽ നിന്നും വിളിക്കാൻ നിൽക്കണ്ട. ആന്റണി അവളോട് പറഞ്ഞപ്പോൾ ആൽവിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. നേരെ അരമനയിലെ വീട്ടിലേക്കാണ് വന്നത്. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ജാൻസിയുടെ മനസ്സിൽ ഓർമ്മകൾ ഒരു തിരയിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. ആദ്യമായി ആൽവിനെ കണ്ടതും അടിച്ചതും അവനൊപ്പം ഉണ്ടായിരുന്ന സുന്ദര നിമിഷങ്ങളും എല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ആൽവിന്റെ മനസ്സിലെ ചിന്തയും മറ്റൊന്നായിരുന്നില്ല. ക്ലാര തന്നെ താഴെയുള്ളൊരു മുറി ജാൻസിക്ക് വേണ്ടി ഒരുക്കി കൊടുത്തതിന് ശേഷം അടുക്കളയിലേക്ക് പോയി. ആ തക്ക നോക്കി ആൽവിൻ ജാൻസിയുടെ അരികിലേക്ക് വന്നിരുന്നു. തിരിഞ്ഞു നിന്ന് അവളെ പിന്നിൽ കൂടി അവനോട് ചേർത്ത് നിർത്തി. ഇച്ചായ, എന്തോ? നീ വിഷമിക്കേണ്ട. നിന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. നിന്റെ അനിയത്തിമാരുടെ കാര്യം ഞാൻ മറന്നുപോയിട്ടില്ല. ബിൻസിയെ മഠത്തിൽ നിന്നും ഇവിടേക്ക് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോട്ടെ. പിന്നെ ലിൻസിയുടെ കാര്യം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. നല്ലൊരു കല്യാണാലോചന കണ്ടുപിടിച്ച് അത് നടത്തി കൊടുക്കാം. അവളെ നമ്മുടെ ബെന്നിക്ക് ഇഷ്ടമാണ്. അവനത് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നല്ല പയ്യനാ. എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് അതിനടുത്ത സമയം തന്നെ നടത്താം. നീ വിഷമിക്കാതെ. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പരിഹാരം കണ്ടോളാം. അവൾ നന്നായി ഒന്ന് ചിരിച്ചു. പിള്ളേർ ഉറക്കമാണോടി? നല്ല ഉറക്കമാണ്. ഡാ, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ക്ലാരയുടെ ശബ്ദം കേട്ട് ആൽവിൻ പെട്ടെന്ന് അവളുടെ അരികിൽ നിന്ന് മാറി. അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? വരണ്ട. ഒരു 3 മാസത്തേക്ക് നീ വരണ്ട. ഒരു പെങ്കൊച്ച് പ്രസവിച്ച് കിടക്കുന്ന മുറിയിൽ അങ്ങനെ ആണുങ്ങൾ കയറി വരാൻ പാടില്ല. ഇനി 3 മാസം കഴിയുന്നത് വരെ നിന്നെ മുറിയുടെ പരിസരത്ത് കണ്ടുപോയേക്കരുത്. ക്ലാര അതും പറഞ്ഞ് അവൻ നിസ്സഹായനായി ജാൻസി നോക്കി. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. പോയേ നിന്റെ മുറി പോയേ. ക്ലാര അത് പറഞ്ഞതും അവൻ ചിരിയോടെ അവിടെ നിന്ന് പിൻവാങ്ങി. മോൾ ഇങ്ങനെ നിൽക്കണ്ട, പോയി കിടന്നു.
ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ. ഞാൻ കിടക്കുന്ന എങ്ങനെയാ അമ്മച്ചി? ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി രാത്രിയിൽ ശ്രദ്ധിക്കണ്ടേ? രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പാടാണ്. ഞാനും കൂടി ഇവിടെ കിടക്കാം. നാളെ തൊട്ട് നമുക്കൊരാളെ നിർത്താം. നീ പ്രസവരക്ഷയൊന്നും ചെയ്തു കാണില്ലല്ലോ. അതിനും ഒരാളെ ഏർപ്പാടാക്കാം. അതൊന്നും വേണ്ട ക്ലാരമ്മച്ചി. അമ്മച്ചി ഇനി രാത്രിയിൽ ഉറക്കം വിളിച്ചിരിക്കണ്ട. എനിക്ക് ഇവയെ നോക്കി നല്ലതായി എക്സ്പീരിയൻസ് ആയതാണ്. എന്നാ പറഞ്ഞാലും രണ്ടു പിള്ളേരും കൂടി ഒന്നിച്ച് കരഞ്ഞാൽ നീ എന്നാ ചെയ്യും കൊച്ചേ? ഞാനിവിടെ കിടന്നോളാം, അത് സാരമില്ല. പിന്നെ നാളെ നമ്മുടെ വറീദിനോട് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രായമുള്ളൊരു സ്ത്രീയെ കൂടി നിർത്താം. നിനക്ക് നല്ല ലേഹ്യവും എണ്ണയും ഒക്കെ വെച്ച് തരാം. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രസവരക്ഷ എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് തന്നെ കിട്ടേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതെന്റെ അവകാശമാണ്. അവർ പറഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിന്റെ കയ്പ് നിറഞ്ഞ വിഷാദത്തിനും അപ്പുറം ഒരു വസന്തം തന്നെ തേടി വന്നിരിക്കുന്നുവെന്ന് അവൾ ഓർത്തു. ഇനി മുതൽ തന്റെ ചില്ലകളിൽ ചേക്കേറുന്നത് വസന്തമാണ്. വേദന നിറഞ്ഞ ഇടവപ്പാതി പോയി മറിഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് തന്നെ ജാൻസിയുടെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നോക്കാനായി ഒരാളെ ആന്റണി ഏർപ്പാടാക്കിയിരുന്നു. അന്ന് തന്നെ ജാൻസിയോട് യാത്ര പറഞ്ഞ ആൽവിൻ പോയിരുന്നു. കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ അവന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് അവകാശമായ സാമീപ്യം ഇനിയെങ്കിലും നൽകേണ്ടത് തന്റെ കടമയാണെന്ന് അവൻ ഓർത്തു. ജാൻസിയെയും വിട്ടുപോകാൻ മനസ്സിന് വിഷമമുണ്ടായിരുന്നു. ഒരിക്കൽ നഷ്ടമായി എന്ന് കരുതിയത് തിരിച്ചു ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ലല്ലോ. ഇടയ്ക്കിടെ തിരിച്ച് ആൽവിൻ കുഞ്ഞുങ്ങളെ കാണാനായി വരുമെങ്കിലും ജാൻസിക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരുന്ന ദേവകി അവനെ ജാൻസിയെ കൺവെട്ടത് കാണിക്കാൻ അനുവദിച്ചിരുന്നില്ല. സേവ്യറും ആൻസിയും തിരിച്ചു വന്ന് ഇവിടെ താമസമാക്കിയിരുന്നു. ആന്റണിയുടെ ബസ്സിൽ തന്നെ സേവ്യർ ഡ്രൈവറായി ജോലിയും ആരംഭിച്ചു. ബിൻസി മോളെ ഹോസ്റ്റലിൽ നിന്നും മാറ്റി നല്ലൊരു സ്കൂളിലെ ബോർഡിങ്ങിൽ ചേർത്തു. ആൽവിൻ തന്നെയായിരുന്നു എല്ലാം ചെയ്തത്. ആന്റണിയും ആൽവിനും കൂടി ചേർന്ന് തന്നെ ബെന്നിയുടെ വീട്ടിൽ പോയി ലിൻസിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ അവളുടെ വിവാഹം നടത്തുമെന്ന് ആന്റണി വാക്ക് നൽകിയിരുന്നു. ഇടയ്ക്ക് ചേച്ചിയെ കാണാനായി 2 പ്രാവശ്യം ബിൻസിയും ലിൻസിയും അരമനയിൽ വരികയും അവളോട് ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. പ്രസവരക്ഷയെല്ലാം കഴിഞ്ഞതിനു ശേഷം ചെറിയൊരു ചടങ്ങായി പള്ളിയിൽ വെച്ച് തന്നെ ആൽവിന്റെയും ജാൻസിയുടെയും മിന്നുകെട്ട് നടത്തിയിരുന്നു. ബന്ധുക്കൾക്കിടയിൽ പല മുറുമുറുപ്പുകളും ഉയർന്നെങ്കിലും ആന്റണി അതൊന്നും ബാധിച്ചിരുന്നില്ല. 7 നൂലിൽ ചേർത്ത മിന്ന് ജാൻസിയുടെ കഴുത്തിൽ ആദ്യം കെട്ടുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ നിറയുകയായിരുന്നു. തന്റെ വേദന നിറഞ്ഞ ഇടനാഴിയിൽ വെളിച്ചം വീശിയവൻ, ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾക്കിടയിൽ തനിക്ക് പ്രതീക്ഷയായവൻ, ഇനിയും തന്റെ ജീവിതത്തിലെ ഇരുട്ടിൽ അവൻ കൈവിളക്കാണ്. അവസാന ശ്വാസം വരെ തന്റെ പ്രാണനിൽ ചേർന്നിരിക്കുന്ന ഒരു വസന്തമാണിവൻ. തന്നിൽ പ്രണയത്തിന്റെ വസന്തം തീർത്തവൻ, ആ വസന്തത്തിന്റെ സുഗന്ധത്തിൽ തന്റെ ജീവിതം മാറ്റി എഴുതിയവൻ, തന്റെ പ്രണയ വസന്തം. തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ വളരെ ആഘോഷപരമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ മാമോദിസയും നടത്തിയിരുന്നു. അരമനയിലെ അനന്തരാവകാശികളുടെ മാമോദിസ നടത്തുന്നതിൽ ആന്റണി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. നാടടക്കം വിളിച്ചൊരു ഉത്സവം തന്നെയായിരുന്നു. അതിൽ വന്നവരൊക്കെ ജാൻസിയുടെ ഭാഗ്യത്തിൽ അസൂയ പൂണ്ടു. മാമോദിസയും കല്യാണവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്വസ്ഥമായി ജാൻസിയെ ഒന്ന് കാണാൻ ആൽവിന് കഴിഞ്ഞത്. ജാൻസി മുറിയിലേക്ക് വന്നപ്പോൾ ആൽവിൻ കുട്ടികളെ തൊട്ടിലിട്ട് ഉറക്കുന്ന തിരക്കിലാണ്. അവൻ കൈകൊണ്ട് മിണ്ടരുതെന്ന് ജാൻസിയോട് ആംഗ്യം കാണിച്ചു. അവൾ തലയാട്ടി കാണിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൻ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. ഇനിയെങ്കിലും ഞാൻ നിന്നെ സമാധാനമായിട്ടൊന്ന് കണ്ടോട്ടെ. അവൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ പ്രണയപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കിയത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നാണത്തിന്റെ രാശി ചെഞ്ചുവപ്പ് ചാർത്തിയിരുന്നു. ഏതായാലും പ്രസവവും ലേഹ്യവും ഒക്കെയായിട്ട് നീ നന്നായിട്ടൊന്ന് മിനുങ്ങിയിട്ടുണ്ട്. കുസൃതിയോട് അവനത് പറയുമ്പോൾ അവളുടെ കൂർപ്പിച്ച മുഖം ചുവന്നു. അവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച് അവളെ തന്നെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് നെറുകയിൽ ഒരു മുത്തം കൊടുത്ത ശേഷം അവളുടെ കാതോരം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാര്യയായി ഈ മുറിയിൽ നീ എന്നോടൊപ്പം കഴിയുമെന്ന്. ചിരിയോടെ അവനത് ചോദിച്ചപ്പോൾ അവൾ സമാധാനപൂർവ്വം അവന്റെ നെഞ്ചിൽ വിശ്രമം കൊള്ളുകയായിരുന്നു. അവന്റെ ചുണ്ടുകൾ പതിയെ ഇണയെ കവർന്നു. പിന്നെ അത് പതുക്കെ കഴുത്തിലേക്ക് മാറി. അവളുടെ കൂവള മിഴികൾ കൂമ്പി അടഞ്ഞു. അടഞ്ഞ മിഴികളിൽ അവന്റെ ചുംബന ചൂട് അറിഞ്ഞപ്പോൾ അവൾ അവനിലേക്ക് ഒന്നുകൂടി കുറുകി. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിനെ പുണർന്നു. മറയായത് ഓരോന്നും ശരീരത്തിൽ നിന്ന് അകന്നു മാറവേ 2 ശരീരവും ചൂട് പിടിച്ചു തുടങ്ങി. പ്രണയം അതിന്റെ സർവ്വ അതിർവരമ്പുകളും ഭേദിച്ചു. ഉയർച്ച താഴ്ചകളുടെ ഏറ്റക്കുറിച്ചിലുകൾക്കൊടുവിൽ അവൻ അവളിൽ തളർന്നു വീണു. ഒരു പുതപ്പിന്റെ കീഴിൽ അവനു വേണ്ടി മനസ്സും ശരീരവും പങ്കിട്ട് അവനോട് ചേർന്ന് കിടക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തന്നെ വലയം ചെയ്യുന്നത് അവൾ അറിഞ്ഞു. അവൻ മേലെ കൈനീട്ടി മ്യൂസിക് പ്ലെയർ ഓണാക്കി. അതിൽ നിന്നും ഗാനം ഒഴുകി വന്നു. പാട്ടിന്റെ ഈരടി താളങ്ങൾക്കൊപ്പം അവൻ അവളെ തന്റെ കരവലയത്തിൽ സുരക്ഷിതമാക്കി കിടന്നു. ഋതുക്കൾ ആർക്കുവേണ്ടിയും കാത്തിരിക്കില്ലല്ലോ. കാലചക്രം വീണ്ടും കറങ്ങി. ആൽവിൻ ഇപ്പോൾ കമ്മീഷണറാണ്. ജാൻസിയെ വെറുതെ വീട്ടിലിരുത്താൻ അവൻ അനുവദിച്ചിരുന്നില്ല. ഡിഗ്രിയും PGയും ഒക്കെ പഠിപ്പിച്ചു. അവളിപ്പോൾ നല്ലൊരു ക്രിമിനൽ ലോയറാണ്. കുട്ടികൾക്കിപ്പോൾ 13 വയസ്സായി. അമേയും അലോനയും. രണ്ടാമതും ജാൻസി ഗർഭിണിയായിരുന്നു. അതിലും ഇരട്ട കുട്ടികൾ തന്നെയായിരുന്നു. 2 ആൺകുട്ടികൾ.
അവർക്കിപ്പോൾ 9 വയസ്സ്. ജോഹാനും റേഹാനും. അതോടെ ഈ പരിപാടിക്ക് ഇനി ഇല്ലെന്ന് പറഞ്ഞ് ആൽവിന്റെ മുന്നിൽ കൈ തൊഴുത് നിൽക്കുവാണ് ജാൻസി. ഒന്നുകൂടെ ശ്രമിച്ച് 1/2 ഡസൻ തികയ്ക്കണമെന്നാണ് ആൽവിന്റെ ആഗ്രഹം. പിന്നെ ജാൻസി തല്ലിക്കൊന്നാലോ എന്ന് പേടിച്ചു മാറി നിൽക്കുകയാണ് പാവം. ലിൻസിയും ബെന്നിയും സന്തോഷമായി കഴിയുന്നു 2 കുട്ടികളുമായി. സേവിയർ പണ്ടേ നന്നായതുകൊണ്ട് അവരുടെ ജീവിതവും ഹാപ്പി. പിൻസിമോൾ എൻട്രൻസ് എഴുതി മെഡിസിൻ കിട്ടി. ഇപ്പോൾ ന്യൂറോളജിസ്റ്റ് ആണ്. അടുക്കളയിൽ നിന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽവിൻ പിന്നിൽ കൂടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. ഇച്ചായ, എനിക്ക് നേരമില്ല. പിള്ളേരെ സ്കൂളിൽ വിടണം. അപ്പച്ചനും അമ്മച്ചിക്കും കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണം. നിങ്ങളുടെ ഡ്രസ്സ് അയൺ ചെയ്യണം. പിന്നെ 11 മണിക്ക് കോർട്ടിൽ അപ്പിയർ ചെയ്യണം. ഇതിനിടയിൽ നിന്ന് കുറുകാതെ പോയേ. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ 4 പിള്ളേർ ഇവിടെ ഓടി നടക്കുന്നത്. അതെന്റെ കഴിവ്. ഒന്ന് പോ മനുഷ്യ, അവൾ ചിരിയോടെ പറഞ്ഞു. അവൻ അവളെ ചേർത്ത് നിർത്തി മൂർത്താവിൽ ഒന്ന് ചുംബിച്ചു. അപ്പ. പിന്നിൽ നിന്ന് മലോന മോളുടെ വിളി കേട്ടപ്പോൾ അവൻ അവളിൽ നിന്ന് മാറി. എന്നാടാ ചക്കരെ? അവൻ മോളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അപ്പയാണ്. ഇന്നലെ ക്ലാസ്സിലുള്ള ഒരുത്തൻ എന്നെ പ്രപ്പോസ് ചെയ്തു. നാണത്തോടെ അവളത് പറഞ്ഞപ്പോൾ ജാൻസി അത്ഭുതത്തോടെ നോക്കി. പക്ഷെ ആൽവിൻ ചിരിച്ചതേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ മോൾ എന്തു പറഞ്ഞു? ചിരിയോടെ ആൽവിൻ തിരക്കി. ഞാൻ നോ പറഞ്ഞു അപ്പ. അതെന്നാടാ? ആൽവിൻ ചോദിച്ചു. ഓ, അവൻ പോരാ അപ്പ. എനിക്ക് അപ്പയെ പോലെ പ്രേമിക്കുന്ന ഒരാളെ മതി. അപ്പ അമ്മയെ സ്നേഹിക്കും പോലെ സ്നേഹിക്കുന്ന ഒരാളെ. അത് അപ്പ തന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ചിരിയോടെ അവള് പറഞ്ഞപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് ജാൻസി നോക്കി ചിരിയോടെ മീശ പിരിച്ചു. അവളിലും ഒരു ചിരി വിടർന്നു. ഇനിയൊരു കാത്തിരിപ്പില്ല കേട്ടോ. ഇത് അവസാനിച്ചു. ഇതൊരു ചെറിയ കഥയായിരുന്നേ. ഞാൻ തുടക്കകാലത്ത് എഴുതിയ ഒരു കുഞ്ഞു കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഥയെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കാണുന്നതാണ് എൻ്റെ സന്തോഷം.